കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും, കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർക്കും, വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം. ദൈവം നമ്മെ ഓർക്കുന്നവനാകട്ടെ. ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ പിൻപറ്റുവാൻ ഇറങ്ങിത്തിരിച്ച ദൈവത്തിൻ്റെ മക്കളെ ദൈവം കൈവിടുന്നവനല്ല, അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. സ്തോത്രം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഏതാനും ചില കാര്യങ്ങൾ ഒന്നെടുത്ത് ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 54-ാമത്തെ വാക്യം. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന്, അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന്. ഇതാര് പ്രസ്താവിച്ചത്? മറിയ. എലിസബത്തിന്റെ അടുക്കൽ ചെന്ന്, മലനാട്ടിൽ ചെന്ന് വന്ദനം പറഞ്ഞപ്പോൾ തന്നെ എലിസബത്തിന്റെ ഉള്ളിൽ പിള്ള ഗർഭത്തിൽ തുള്ളി, ആത്മാവിലായി. അവിടെ ഒരു നല്ലൊരു ആത്മീയ കൂട്ടായ്മ, ഫെലോഷിപ്പ് ഉണ്ടായി. എലിസബത്ത് ആത്മാവിലായി, മറിയ ആത്മാവിലാണ്, പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. യേശു ആത്മാവിലാണ് ഉരുവായത്. എലിസബത്തിന്റെ ഉള്ളിൽ യോഹന്നാൻ മറിയയുടെ വന്ദനം കേട്ടപ്പോൾ തന്നെ ഉള്ളിൽ തുള്ളി, ആത്മാവിൽ തുള്ളി. അപ്പൊ നോക്കിയ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവാഹം അവിടെ നടന്നു കഴിഞ്ഞപ്പോ മറിയ ആത്മാവിൽ വിളിച്ചു പറഞ്ഞ കാര്യമാ, ദൈവം അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിനാണ് ഈ ആത്മശക്തി അവൻ അയച്ചത്. ദൈവം ചെയ്ത വാഗ്ദത്തങ്ങളെ അവൻ ഓർക്കുന്നവനാണ്. നമ്മോട് ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ തലമുറയെക്കുറിച്ച്, നമ്മുടെ രോഗസൗഖ്യത്തെക്കുറിച്ച്, നമ്മുടെ സാമ്പത്തിക വിഷയത്തെക്കുറിച്ച്, നമ്മുടെ ജോലിയെക്കുറിച്ച്, ഏത് കാര്യത്തെക്കുറിച്ചും ദൈവം ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനത് ഓർത്ത് നിവർത്തിക്കുന്ന ദൈവമാണ്. അവൻ മറന്നുകളയുന്ന ദൈവമല്ല, മറന്നുകളയുന്ന ദൈവമല്ല. ഈ അധ്യായത്തിൽ തന്നെ, 1-ാം അധ്യായത്തിൽ തന്നെ അതിന് 75-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാം. 75-ാമത്തെ വാക്യം. അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തത് കൊണ്ട്. ഈ പ്രസ്താവന പറയുന്നത് ആരാന്നറിയാമോ? സെഖരിയാവാ. സെഖരിയ പുരോഹിതൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ പ്രവചിച്ചു. അവൻ വിളിച്ചു പറഞ്ഞ കാര്യമായത്, അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് സത്യവും തന്റെ വിശുദ്ധ നിയമവും ഓർത്തത് കൊണ്ടുമാകുന്നു ഇത് സംഭവിച്ചത്. ഏത് സംഭവിച്ചത്? അവന്റെ നാവ് കെട്ടപ്പെട്ടിരിക്കുകയായിരുന്നു. അവൻ ഉച്ചരിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയായിരുന്നു. യോഹന്നാൻ ജനിച്ച് ആ കുഞ്ഞിന് പേരിടേണ്ട അവസ്ഥയെത്തിയപ്പോൾ അവനൊരു പേപ്പർ എടുത്ത് അതിനകത്ത് പേരെഴുതി യോഹന്നാൻ. ഇതെഴുതി കഴിഞ്ഞപ്പോൾ ദൈവം ഇവന്റെ അധരത്തെ തുറന്നു. ഇവൻ പ്രവചിക്കാൻ തുടങ്ങി. സെഖരിയാവ് ആത്മാവ് നിറഞ്ഞവനായി അവൻ പ്രവചിച്ചു വിളിച്ചു പറഞ്ഞത്, ദൈവം തന്റെ വിശുദ്ധ നിയമത്തെ ഓർത്തു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഓർത്ത് പ്രവർത്തിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. ദൈവം ഓർത്ത് പ്രവർത്തിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. സ്തോത്രം. നമുക്കെടുക്കാം 16-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 25
5-ാമത്തെ വാക്യം 16-20. അബ്രഹാം, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രവർത്തിച്ചു എന്ന് ഓർക്ക. ഈ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ധനവാൻ മരിച്ചു, അവന് നല്ലൊരു ശവസംസ്കാര ശുശ്രൂഷയൊക്കെ കിട്ടി. ഇന്നലെ ഞാൻ മരണത്ത് ഒരു ശവസംസ്കാര ശുശ്രൂഷ ചെയ്യാൻ കടന്നു. നല്ലൊരു അടക്ക ശുശ്രൂഷ ധനവാന് കിട്ടി. അതേസമയം അവന്റെ പടിപ്പുര വാതിക്കൽ കിടക്കുന്ന ഒരു ദരിദ്രനായ മനുഷ്യനുണ്ടായിരുന്നു, ലാസർ. അവനും മരിച്ചു. അവന് കോർപ്പറേഷൻകാരോ അല്ലെ പഞ്ചായത്തുകാരോ അല്ലെ ആരെങ്കിലും പോയി, അവന്റെ വീട്ടുകാരോ ആരെങ്കിലും പോയി അവനെ കുഴിച്ചിട്ടു. രണ്ടുപേരും മരിച്ചു. ലോകം ചിന്തിക്കുന്നത് അതോടെ ജീവിതം തീർന്നു എന്നാണ്. ഒരിക്കലുമല്ല. മരിച്ചു കഴിഞ്ഞിട്ടാണ് നമുക്ക് ജീവിതം വരുന്നത്. കാരണം ഈ ലോകത്തിലെ ആയുസ് എന്ന് പറയുന്നത് 120 സംവത്സരമാണ്. 120 വയസ്സ്, അത്രയേ ഉള്ളൂ. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിലുണ്ടായിരുന്നു 112 വയസ്സുള്ള ഒരു ചൈനക്കാരി സ്ത്രീ, 112 വയസ്സ്. നമ്മളൊക്കെ സാധാരണ മരണ ശുശ്രൂഷയിൽ നമ്മൾ വലിയ വായ വിളിച്ച് പറയും, ഒരു മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം ഏറെയായാൽ 80. ഈ പ്രിയപ്പെട്ട വ്യക്തിക്ക് ദൈവം ഒരു ഗ്രേസ് പീരീഡ് കൊടുത്തു, 5 വർഷം കൂടെ കൊടുത്തു. 85 വയസ്സിലാണ് മരിച്ചത്. ശുദ്ധ മണ്ടത്തരാണ്. ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ് എത്രയാണെന്നറിയാമോ? 120. അവിടം വരെ നമ്മൾ പോകണം. പലരും നെഞ്ചത്ത് കൈവക്കുന്നു, അത്രയൊന്നും പോകണം. 120 വയസ്സാ ദൈവം വെച്ചിരിക്കുന്ന ആയുസ്സെന്ന്. ഈ 70 വയസ്സ് 80 വയസ്സും ഒക്കെ മോശ പറഞ്ഞതാ. അവന്റെ സഹോദരനായ അഹരോൻ മരിച്ചപ്പം താൻ പാടിയ സങ്കീർത്തനത്തിൽ പറഞ്ഞ കാര്യമായി 70-80. ഇത് മോശ പറഞ്ഞെങ്കിലും മോശയുടെ ആയുസ് എത്രയായിരുന്നു? 120 ഉണ്ടോ? മോശയുടെ ആയുസ് 120 ആയിരുന്നു. പക്ഷെ അവൻ അവിടെ പറഞ്ഞത് അഹരോൻ മരിച്ചപ്പം അവൻ പറഞ്ഞ കാര്യമാണ്. ഒരു മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം ഏറെയായ. അതുകൊണ്ട് മരണ ശവസംസ്കാര ശുശ്രൂഷയൊന്നും ആരും അത് പറഞ്ഞേക്കരുത്. ഗ്രേസ് പീരീഡ് ആയിട്ട് 10 വർഷം കൂടെ കിട്ടി. 90-ാമത്തെ വയസ്സിലാ ഈ അമ്മച്ചി മരിച്ചതല്ല, ഈ അപ്പച്ചൻ മരിച്ചത് പറയാൻ പോകരുത്. കാരണം ആയില്ല, ഗ്രേസ് പീരീഡ് ആയില്ല. 120 വയസ്സാ ദൈവം വെച്ചിരിക്കുന്നത്. പോട്ടെ, ഞാനത് വിടുക. ഇവിടെ നോക്കിക്കേ, ഇവിടെ വായിക്കുന്നു, ധനവാൻ മരിച്ചു, ലാസർ മരിച്ചു, ദരിദ്രൻ മരിച്ചു. ഈ 2 പേർക്ക് ആയുസ് എത്രയാന്ന് നമുക്ക് അറിഞ്ഞൂടാ. ദൈവം നിശ്ചയിച്ച 120 ആണല്ലോ. അതിനോട് അടുപ്പിച്ചൊക്കെ ആയിരിക്കാം ഇവർ മരിച്ചത്. അത് കഴിഞ്ഞ് ഇവർ 2 സ്ഥലത്തേക്കാ പോകുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ധനവാൻ പോയത് യാതനാ സ്ഥലത്തേക്ക്, ഈ ദരിദ്രനായ ലാസർ പോയത് പർദീസായിൽ, സിയോൾ എന്ന് പറയുന്ന സ്ഥലം, അബ്രഹാമിന്റെ മടി. പഴയ നിയമ വിശുദ്ധന്മാർ കിടക്കുന്ന സ്ഥലമാണ് സിയോൾ, ആ പർദീസ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്രൂശ് മരണ സമയത്ത് തന്നോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ യേശുവിനോട്, ദൈവമേ നീ മടങ്ങി വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണം, രാജത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണം എന്ന് പറഞ്ഞപ്പോൾ യേശു ആ കള്ളനോട് ഒരു കാര്യം പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസ. അതാ പഴയ നിയമ വിശുദ്ധന്മാരുടെ സ്ഥലമാണ് സിയോൾ എന്ന് പറയും. അത് ഇന്ന് അടച്ചിട്ടിരിക്കുകയാണ്. താഴെ അവൻ കിടക്കുന്നത്. അവൻ മേലോട്ട് നോക്കണമെങ്കിൽ ലാസർ എവിടെ ഇരിക്കുന്നേ? സ്വർഗത്തിൽ. ഈ ധനവാൻ ഈ യാതന സ്ഥലത്ത് കിടന്നുകൊണ്ട് മുകളിലോട്ട് നോക്കി ലാസർ അബ്രഹാമിന്റെ മടിയിലിരിക്കുന്ന കാഴ്ച കാണുക. ഉടനെ ഇവൻ വിളിച്ചു പറഞ്ഞു, അബ്രഹാം പിതാവേ, നിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ ഈ
സ്ഥലത്തേക്കൊന്ന് അയക്കണം. എങ്ങനെ അയക്കണം? അവന്റെ ചെറുവിരല് വെള്ളത്തിൽ മുക്കി എന്റെ നാവിൽ വെക്കേണ്ടതിന് അവനെ വെള്ളവുമായിട്ട് ഇങ്ങോട്ട് അയക്കണം. ഉടനെ അബ്രഹാം പിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തോ പറഞ്ഞു? നിങ്ങൾക്കും ഞങ്ങൾക്കും ഇടയിൽ, അതായത് ഈ നരകത്തിനും സ്വർഗത്തിനും ഇടയിൽ ഒരു പിളർപ്പുണ്ട്. ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരാനോ അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരാനോ കഴിയത്തില്ല. ഇന്നത്തെ നാമധേയ ക്രൈസ്തവർ ചെയ്യുന്ന വികൃതികൾ കണ്ടോണം. മരിച്ചു കഴിഞ്ഞാൽ കുർബാന ചൊല്ലിയാൽ ഇവന് പ്രൊമോഷൻ കിട്ടുമെന്ന്. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിന്ന് മരിച്ച ശേഷം എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ഒരു പ്രയോജനവുമില്ല. ആത്മാവിനെ രക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. സ്തോത്രം. എന്നാൽ കൃപയാൽ ആ അനുഭവങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് സത്യമാർഗത്തിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തല്ലോ. അതോർത്ത് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. സ്തോത്രം. തമിഴ്നാട്ടിൽ ഒരു സംഭവം നടന്നു. തമിഴ്നാട്ടില് ഒരു വീട്ടിൽ അവിടുത്തെ അപ്പച്ചൻ മരിച്ചുപോയി. മകൻ ഗൾഫിൽ ജോലി ചെയ്യുക. മകൻ വന്നു, മരണ അനന്തര ശുശ്രൂഷയൊക്കെ ചെയ്തു. മകൻ തിരികെ ജോലിക്ക് പോയി. ഒരു വർഷം കഴിഞ്ഞപ്പം മകൻ ഒരു എഴുത്ത്, നിന്റെ ഫാദർ പിതാവ് മരിച്ച ദിവസമാണ് ഈ കടന്നു വരുന്നത്. നിന്റെ പിതാവിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു കുർബാന അർപ്പിക്കണമെന്ന്. ആ മരണ ദിവസം അന്ന് ഒരു കുർബാന അർപ്പിക്കണം. അതിന് ഇത്ര രൂപ ആവശ്യമാണ്. കുർബാനയ്ക്ക് ചെലവുണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു? നേരെ വന്നു, ചെലവ് നടത്തി കുർബാനയൊക്കെ അർപ്പിച്ചു. അപ്പന്റെ ആത്മാവിന് നിത്യശാന്തിയൊക്കെ നേർന്നു. ഇദ്ദേഹം തിരിച്ചുപോയി. രണ്ടാമത്തെ വർഷം വീണ്ടും ഇതേ സമയമായപ്പോൾ ഒരെഴുത്ത്, താങ്കളുടെ പിതാവ് മരിച്ച ദിവസം ഇതാ ഇന്ന ഡേറ്റ് ആണല്ലോ, താങ്കളുടെ പിതാവിന് ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഒരു കുർബാന ആ ദിവസം അർപ്പിക്കണം. അതുകൊണ്ട് ഇത്ര രൂപ ചെലവുണ്ട്, അത് സഹകരിക്കണം എന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്തു? രൂപ അയച്ചു കൊടുത്തില്ല. ഇദ്ദേഹം നേരെ ലീവ് എടുത്ത് നേരെ വീട്ടിൽ വന്നു, നാട്ടിൽ വന്നു. നേരെ ഈ എഴുത്തയച്ച സെക്രട്ടറിയുടെ അടുക്കൽ ചെന്നു. കുർബാന ചൊല്ലുന്ന പുരോഹിതന്റെ അടുക്കൽ ചെന്നു. എന്നിട്ട് ഒരൊറ്റ ചോദ്യം, ബഹുമാനപ്പെട്ട പുരോഹിതനെ, സെക്രട്ടറിയെ, കഴിഞ്ഞ വർഷം എൻ്റെ അപ്പന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ഞാൻ കുർബാന കഴിച്ചതാണ്, നിങ്ങളാണ് കുർബാന അർപ്പിച്ചത്. അവർ പറഞ്ഞു ശരിയാ. ഇപ്പൊ വീണ്ടും നിത്യശാന്തി നേർന്നുകൊണ്ട് കുർബാന അർപ്പിക്കാൻ എനിക്ക് ലെറ്റർ വന്നിരിക്കുക. എനിക്ക് എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി തരണം. ഈ ഒരു വർഷത്തിനിടയിൽ എൻ്റെ അപ്പന്റെ ആത്മാവിന്റെ ശാന്തി നഷ്ടപ്പെടുത്തിയത് ആരാന്ന് എനിക്കൊന്നറിയണം, എന്നിട്ടേ ഞാൻ ചെയ്യത്തുള്ളൂ. ഈ ഒരു വർഷത്തിനിടയിൽ എൻ്റെ അപ്പന്റെ ആത്മാവിന്റെ ശാന്തി, നിത്യശാന്തി നഷ്ടമാക്കിയത് ആരാണെന്നൊന്ന് അറിയണം, എന്നിട്ട് ഞാൻ കുർബാന അർപ്പിക്കാം. നോയിക്കൂടെ കളിപ്പിക്കുന്ന കബളിപ്പിക്കുന്ന അനുഭവങ്ങൾ. സ്തോത്രം. എല്ലാവരും ശ്രദ്ധിച്ചോണം. നരകത്തിനും സ്വർഗത്തിനും ഇടയിൽ ഒരു പിളർപ്പുണ്ട്, ഒരു ഗർത്തമുണ്ട്, പിളർപ്പുണ്ട്. ഒരൊറ്റ വ്യക്തിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ വരാനൊക്കത്തില്ല. അതുകൊണ്ട് നാം ജീവനോടിരിക്കുമ്പോൾ നല്ലത് ചെയ്ത്, നല്ലത് പ്രവർത്തിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത് നാം ജീവിച്ചാൽ നമുക്ക് അക്കരെ നാട്ടിൽ പോകാം.
ജീവിതത്തിൽ തെറ്റുകളുണ്ടെങ്കിൽ നാം നേരെ പോകുന്നത് യാതനാ സ്ഥലത്തേക്കായിരിക്കും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, അന്നാളിൽ 2 പേർ ഒരു തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുവൾ എടുക്കപ്പെടും, മറ്റവൾ കൈവിടപ്പെടും. 2 പേർ വയലിലായിരിക്കും, ഒരുവൻ എടുക്കപ്പെടും, മറ്റവൻ കൈവിടപ്പെടും. 2 പേർ ഒരു കിടക്കയിലായിരിക്കും, ഒരുവൻ എടുക്കപ്പെടും, മറ്റവൻ ഉപേക്ഷിക്കപ്പെടും. ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ 50% ആണോ? അല്ല, അതല്ല അർത്ഥമാക്കുന്നത്. ഈ 2 പേരും ദൈവകൃപയിൽ നിൽക്കുന്നവരാണെങ്കിൽ 2 പേരും എടുക്കപ്പെടും. സ്തോത്രം. ഈ നിൽക്കുന്ന 2 പേരും ദൈവകൃപയിൽ അല്ലെങ്കിൽ 2 പേരും നാശത്തിലേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ, കർത്താവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ, ജീവിത വിശുദ്ധി കാത്തു നിൽക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് മാത്രമേ ആ സ്വർഗീയ പർദീസയിൽ പോകാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം, നമ്മെ തന്നെ ക്രമീകരിക്കാം. ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ അബ്രഹാം അവനോട് പറയാ, മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. നീ അത് ഓർക്കണം. അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഇനി ശ്രദ്ധിക്കണം, ഈ ഓർക്കേണ്ട സമയത്ത് നാം ഓർക്കാതിരുന്നാൽ, ഈ യാതനാ സ്ഥലത്ത് പോയിട്ട് പ്രയോജനമില്ലാത്ത സമയത്ത് നാം ഇത് ഓർത്താൽ അതുകൊണ്ട് ഒരു വിശേഷതയുമില്ല. ഓർക്കേണ്ട സമയത്ത് നാം എന്ത് ചെയ്യണം? ഓർക്കണം. ഈ നിലവിളിക്കേണ്ട സമയത്ത് നാം നിലവിളിക്കണം. അങ്ങനെ നിലവിളിക്കാതിരുന്നാൽ, യാതനാ സ്ഥലത്ത് ചെന്നിട്ട് അബ്രഹാം പിതാവേ അവൻ നിലവിളിച്ചെന്ന് അതിന് തൊട്ടു മുകളിലത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെ നിലവിളിച്ചിട്ട് ഒരു പ്രയോജനമില്ല. നിലവിളിക്കേണ്ട സമയത്ത് നാം നിലവിളിച്ചാൽ നിലവിളി കേട്ട് നമുക്ക് വേണ്ടി വിടുവിക്കുന്ന ഒരുവനുണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. യെരിഹോവിന്റെ വഴിയിൽ കൂടി യേശു നടന്നു പോകുകയാണ്. ഒരു കുരുടൻ അവിടെ നിന്ന് ഭിക്ഷയാചിക്കുന്നു. അവനിങ്ങനെ ചിന്തിച്ചു, ഇപ്പോൾ ഞാൻ നിലവിളിച്ചാൽ എനിക്ക് വിടുതൽ കിട്ടും. ഞാൻ നിലവിളിക്കാതിരുന്നാൽ യേശു അതുവഴി അങ്ങ് നടന്നങ്ങ് പോകും. ഞാൻ പിന്നെയും വന്ന് ഇവിടെ ഇരുന്ന് തെണ്ടണം. നോക്കിയേ, വിളിക്കേണ്ട സമയത്ത് വിളിച്ചാൽ, നിലവിളിക്കേണ്ട സമയത്ത് ദൈവത്തിന്റെ ദാസന്മാരെ, ദാസിമാരെ, ദൈവത്തോട് നിലവിളിക്കേണ്ട സമയത്ത് നാം നിലവിളിച്ചാൽ നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ അത് വിടുതലാണ്. സ്തോത്രം. ഒരു വാക്കുകൾ നമുക്ക് വായിക്കാൻ 17-ാം അധ്യായം 32-ാമത്തെ വാക്യം. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. ലോത്തിന്റെ ഭാര്യയെ നമ്മൾ എന്ത് ചെയ്യണം? എന്താ കാര്യം? ഇന്നും അവിടെ നിപ്പുണ്ട്. എന്തുമായിട്ടാ? ഉപ്പുതൂണായിട്ട് നിൽക്കുക. നമുക്ക് ആ ചരിത്രം അറിയാം, അല്ലേ? അത് ഇവിടെ ദൈവമക്കളോട് സൂചിപ്പിക്കാനുള്ള കാരണമുണ്ട്. സോദോം ഗൊമോറ പട്ടണത്തെ ദൈവം ഗന്ധകവും തീയും ഇറക്കി നശിപ്പിക്കുമ്പോൾ അബ്രഹാമിന്റെ മധ്യസ്ഥത നിമിത്തം, പ്രാർത്ഥന നിമിത്തം ദൈവം തമ്പുരാൻ 2 ദൂതന്മാരെ ആ സോദോം ഗൊമോറ പട്ടണത്തിലേക്ക് അയച്ചു. അവിടെ നിന്ന് ലോത്തിനെ, കുടുംബത്തെ കൈക്ക് പിടിച്ച് പുറത്തിറക്കി ഓടിക്കോളാൻ പറഞ്ഞു. ഉടനെ ഇവര്, ലോത്ത് ഈ ദൂതന്മാരോട് പറഞ്ഞു, ആ മലയിലേക്ക് ഓടിക്കയറാൻ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഈ കാണുന്ന ഒരു പട്ടണമുണ്ട്, നേരെ കാണാം, നിരപ്പായ സ്ഥലമാണ്, മല കയറണ്ട, നിരപ്പായ സ്ഥലം, സോവാർ എന്ന പട്ടണത്തിന്റെ പേര്. അവിടേക്ക് ഞങ്ങൾ പൊക്കോട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ദൂതന്മാർ പറഞ്ഞു, സാധാരണ നമ്മളുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ഈ അടിച്ച വഴിയെ വന്നില്ലെങ്കിൽ പോയ വഴി അടിച്ചു വിടും എന്ന് പറഞ്ഞ പോലെ, ദൂതന്മാർ പറഞ്ഞത് ആ മലയിലേക്ക് ഓടിക്കയറാനാണ്. ലോത്ത് പറഞ്ഞത് അവിടേക്ക് എനിക്ക് കയറാൻ പ്രയാസമാണ്, ഈ സ്ഥലത്തേക്ക് സോവാറിലേക്ക് പോവാ, നായിക്കോ നീ അങ്ങോട്ട് പോക്കോ. അടിച്ചു വിട്ടു.
ഇവരങ്ങോട്ട് ഓടി. പുറകിൽ ഗന്ധകമാ വീണ് കത്തുന്നത്. ശ്രദ്ധിച്ച്, ഗന്ധകം വീണ് കത്തിയാൽ പൊട്ടിത്തെറി ഉണ്ടാവും. ഭയങ്കര പട്ട പൊട്ടല, ഭയങ്കര പൊട്ടൽ ശബ്ദം കേൾക്കാം. എല്ലാം വിട്ടിറങ്ങി ഓടിയതാ അല്ലേ? ആധാരം എടുത്തില്ല, ലോക്കറി കിടന്ന രൂപ എടുത്തില്ല, സമ്പത്തൊന്നും എടുത്തില്ല, ചട്ടിങ്കലം ഒന്നും എടുത്തില്ല, ഫ്രിഡ്ജ്, ഓവന് ഒക്കെ അവിടെ ഇരിക്കുക. ഇതെല്ലാം ഇട്ടെറിഞ്ഞാണ് ലോത്തും കുടുംബവും പുറത്തേക്ക് ഓടിയത്. ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടപ്പോൾ ഈ ദൂതന്മാർ പ്രത്യേകം വാണി കൊടുത്ത വിട്ടത്, നിങ്ങൾ പുറകോട്ട് എന്ത് ചെയ്യരുത്, നോക്കരുത്, പുറകോട്ട് നോക്കരുത്, നിങ്ങൾ മുമ്പോട്ട് തന്നെ ഓടിക്കണം, പുറകോട്ട് നോക്കരുത്. ലോത്തിന്റെ ഭാര്യ എന്ത് ചെയ്തു? ഈ പൊട്ടിത്തെറി കേട്ടപ്പോൾ, അയ്യോ എന്റെ ഫ്രിഡ്ജ്, എന്റെ ഓവൻ, എന്റെ വാഷിംഗ് മെഷീൻ, എന്റെ കലം, ചട്ടി, പാത്രങ്ങൾ, ഇതൊക്കെ ഓർത്തു. ആധാരം, വസ്തുവിന്റെ ആധാരം അലമാരിക്കാതിരിക്കുക. തിരിഞ്ഞൊന്ന് നോക്കിയവൾ സംഭവിച്ചത്, അവൾ ഉപ്പ് തൂണായി മാറ്റപ്പെട്ടു. ഉപ്പ് തൂണായി നിൽക്കുക. ലോത്തും 2 മക്കൾ, പെൺമക്കളും അവർ ഓടി സോമാറിലെത്തി. ഇന്നും ഇത് ഉപ്പ് തൂണായി അവിടെ നിൽക്കുകയാണ്. ഒരിക്കലും നാം പുറകോട്ട് നോക്കരുത്. നമുക്കറിയാം, ഈ ഓട്ടക്കളത്തിൽ ഓടുന്നവര് ഈ ട്രാക്ക് തെറ്റിപ്പോയി, ലക്ഷ്യം മാറി, നോട്ടം മാറിപ്പോയാൽ നിശ്ചയമായിട്ടും ബിരുദ പ്രാപിക്കാൻ ഒക്കത്തില്ല. പത്രോസിനോട് യേശു പറഞ്ഞു, നീ എന്റെ അടുക്കലേക്ക് വാ, കടലിൽ കൂടി നടന്നു വരിക. യേശു പത്രോസ് പറഞ്ഞു, ഗുരു ഞാൻ നിന്റെ അടുക്കൽ വരട്ടെ. അവൻ പറഞ്ഞു, യെസ് യു കം ഓൺ. പത്രോസ് എടുത്ത് വെള്ളത്തിലേക്ക് ചാടി. അവൻ വെള്ളത്തിന് മേലെ നടക്കാൻ തുടങ്ങി. അവിടെ വായിക്കുന്നത്, അവൻ കാറ്റ് കണ്ട്, അതാണ്, കാറ്റ് കണ്ട് പേടിക്കുകയാൽ വെള്ളത്തിലേക്ക് എത്തി, സമുദ്രത്തിലേക്ക് എത്താം. നമുക്ക് പത്രോസിനോട് ചോദിക്കാം, പത്രോസേ, നീ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയല്ലേ ഇറങ്ങിയത്? അവൻ പറഞ്ഞു, അതെ. യേശു നടന്നു വരുന്നത് കണ്ടിട്ട് അവൻ എന്നോട് പറഞ്ഞത്, നീ വരാൻ. അങ്ങനെ ഞാൻ ഇറങ്ങിയത്, യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയാ ഇറങ്ങിയത്. പിന്നെ നീ എപ്പോഴായി കാറ്റ് കാണാൻ പോയത്? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ കിഴക്കുള്ള സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഓട്ട മത്സരം, ഞങ്ങളുടെ കോളേജിന്റെ വകയായിട്ട് സ്റ്റുഡൻസ് എല്ലാം കൂടെ ചേർന്ന് ഓട്ട മത്സരം, പല മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പേര് കൊടുത്തു. എന്തിനാ, എത്ര ഓട്ടത്തിനാണെന്നറിയോ? 1500 മീറ്റർ ഓട്ടത്തിന്. എന്റെ ആയുസ് ഞാൻ ഇതുവരെ ഓടിയിട്ടില്ല. ആദ്യമായിട്ട് ഓടുന്ന വ്യക്തി ഒരു 50 മീറ്റർ ഓട്ടത്തിന് കൊടുക്കുക, അല്ലെ ഒരു 100 മീറ്റർ കൊടുത്തു. ഞാൻ ഒറ്റയടിക്ക് പേര് കൊടുത്തു 1500 മീറ്റർ. ആ സ്റ്റേഡിയത്തിന് 3.25 റൗണ്ട് ഓടണം. 3.25 റൗണ്ട് ആ സ്റ്റേഡിയത്തിന്. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 400 മീറ്റർ. 1500 മീറ്റർ ഓട്ടത്തിന് ഞാൻ പേര് കൊടുത്തു 3.25 റൗണ്ട്. എന്റെ ദൈവം, ഞാനും എല്ലാം റെഡിയായി. എൻ്റെ കൂടെ കുറെ പേരുണ്ട്, അവരെല്ലാം റെഡിയായി. വെടിപൊട്ടി, ഞങ്ങൾ ഓട്ടം ആരംഭിച്ചു. എൻ്റെ മുമ്പിൽ കുറെ പേരൊക്കെ ഓട്ടം നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പം ഞങ്ങളൊരു 4-5 പേര് മാത്രമുണ്ട് ഒടുവിൽ. എൻ്റെ മുമ്പിൽ ഒരുത്തൻ ഓടിക്കൊണ്ടിരിക്കുക, ഞാൻ രണ്ടാമത് ഓടാം. അപ്പൊ സെക്കൻഡ് ആ പ്ലേസ് എനിക്ക് കിട്ടും. ഇങ്ങനെ ഓടുക. അപ്പൊ എൻ്റെ മുമ്പിലുള്ളവന് 2 കാര്യത്തില് അവൻ ജയിച്ചു, 2 ഇനത്തിന് ജയിച്ചു. ഇനി ഇതിലൂടെ ജയിക്കാമെങ്കിൽ അവന് ഹാട്രിക് കിട്ടും. 3 മത്സരങ്ങൾ ജയിച്ചാൽ അവൻ ഹാട്രിക് നേടും, അവാർഡ് കിട്ടും. അതുകൊണ്ട് അവൻ വെച്ച് പിടിച്ചോടുക. അപ്പൊ അവന്റെ കൂട്ടുകാർ അവനെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ അവന്റെ തൊട്ടുപുറകെ ഓടിക്കൊണ്ടിരിക്കുക. ഫിനിഷിംഗ് ലൈൻ എത്താറായി. ലാസ്റ്റ് 100 മീറ്റർ ഓട്ടത്തിന്റെ അവിടെ എത്തി. വല്ലതും കടിച്ചു പിടിച്ച് 3 റൗണ്ട് ഓടി തികച്ചെത്തി. ഈ ഒടുവിലത്തെ ഈ ലൈൻ അവിടെ എത്തിയപ്പോൾ എൻ്റെ മുമ്പിൽ ഓടുന്ന വ്യക്തിയുടെ കൂട്ടുകാരെന്തെന്നറിയാമോ? ഈ ട്രാക്കിന്റെ സൈഡിൽ നിന്നുകൊണ്ട് അവനോട് പറഞ്ഞിട്ടാ, ഈ ഗ്ലൂക്കോസ് ക്ഷീണം മാറും, ഗ്ലൂക്കോസ് വായിലിട്ടുകൊണ്ട് ഓടിക്കുമെന്ന് പറഞ്ഞു. അവർ ഇവന്റെ കൈ നീട്ടാൻ പറഞ്ഞു. ഇവൻ കൈ നീട്ടി ഗ്ലൂക്കോസ് അവർ കുടഞ്ഞിട്ട് കൊടുത്തു. അപ്പൊ ഇവന്റെ ശ്രദ്ധ ഗ്ലൂക്കോസിലോട്ടായി. കാരണം ഗ്ലൂക്കോസ് കൂടെ ഇന്ന് താഴെ വീഴാൻ പാടില്ലല്ലോ. അപ്പൊ അവൻ കൈ ഇങ്ങനെ നീട്ടി ശ്രദ്ധയോടെ. ഈ സമയത്ത് ഇവന്റെ ശ്രദ്ധ മാറിയപ്പോൾ ഞാൻ ബിസ്ക് എന്ന് പറഞ്ഞ ഫ്രണ്ട് കയറി. ഞാൻ ഫസ്റ്റ് മേടിച്ചു. വിക്ടറി സ്റ്റാൻഡിൽ ഞാൻ ഫസ്റ്റിൽ നിൽക്കുക. ഫസ്റ്റ് സ്റ്റാൻഡിൽ. സെക്കൻഡ് സ്റ്റാൻഡിൽ മറ്റവൻ നിൽക്കുക. അവിടെ വെച്ച് അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു.
സാറ് ഫസ്റ്റ് അടിക്കാൻ കാരണം ഞാൻ ഗ്ലൂക്കോസ് വാങ്ങാൻ തിരിഞ്ഞത് കൊണ്ടാണ്. അന്ന് എനിക്കൊരു കാര്യം പിടികിട്ടി, ഓട്ടക്കളത്തിൽ ഓടുന്നവന്റെ ശ്രദ്ധ മാറിപ്പോകരുത്. ഓട്ടക്കളത്തിലാണ് നാം എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി തികയ്ക്കുവാൻ നമ്മുടെ ജീവിതത്തിനിടയാകട്ടെ. ഒരു നിമിഷം വേദപുസ്തകം അടച്ചു വെക്കാം, കണ്ണുകൾ അടയ്ക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുവീൻ. നാം ഓർക്കേണ്ട സംഗതിയാ, പുറകോട്ട് പോയി വീണവരെ, നശിച്ചു പോയവരെ ഒന്ന് ഓർത്തേക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടുള്ളതല്ല. ആമേൻ, ആമേൻ. വിശുദ്ധിയെ തികച്ച് നീതിയോട് ഓട്ടം ഓടി തികയ്ക്കുവാൻ നമ്മുടെ ജീവിതത്തിനിടയായി തീരട്ടെ. കൈകളെ തട്ടി അതരങ്ങളെ ചലിപ്പിച്ച് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ഒരു നിമിഷം ആരാധിച്ചവനെ മഹത്വപ്പെടുത്താം. ദൈവമൈതലേ, അവൻ നിന്നെ ഓർക്കുന്ന ദൈവമാണ്. അവൻ നിന്നെ ഓർക്കുന്ന ദൈവമാണ്. നിന്നോട് ചെയ്ത വാഗ്ദത്തം, നിന്നോട് ചെയ്ത നിയമം അവൻ ഓർക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അവൻ ഓർക്കുന്ന ദൈവമാണ്. Praise the Lord. വൈഡൽ മനന്ദനഗതി ഖരഗജാരഗതുനിയ ശരബ സത്തുരാജ വെരിതനംബേ ദുടപ്രവൈഡൽ മനന്ദനഗതിയ. അനർത്ഥ ദിവസത്തിൽ അവൻ നമ്മെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവം. അനർത്ഥ ദിവസത്തിൽ അവൻ നമ്മെ തന്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്നവൻ, നമ്മെ ഓർക്കുന്നവൻ, നമ്മുടെ തലമുറയെ ഓർക്കുന്നവൻ, നമ്മോട് ചെയ്ത നിയമത്തെ അവൻ ഓർക്കുന്നവൻ. ആ ദൈവത്തിന്റെ കരങ്ങൾ നമ്മെ സമർപ്പിക്കാം. ലോത്തിന്റെ ഭാര്യയെ നാം ഓർക്കണം. അവക്ക് സംഭവിച്ചത് നാം ചിന്തിക്കണം. നമ്മുടെ ആരുടെയും ജീവിതത്തിൽ പിന്മാറിപ്പോകാൻ ഇടയാകരുത്. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. നാം എല്ലാവരും കലപ്പയ്ക്ക് കൈവച്ചിരിക്കുക. പുറകോട്ട് നോക്കല്ലേ, പിന്മാറിപ്പോകല്ലേ. വിശ്വാസ പാതയിൽ അന്ത്യത്തോളം നിൽക്കുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിനു മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ നോബിൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ സഭായോഗത്തെ അവസാനിപ്പിക്കാം. സ്തോത്രം കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ആരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പിതാവേ, ആമേൻ. നന്ദിയോട് സ്തോത്രം, സ്തോത്രം. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ അവസാനത്തെ ഞായറാഴ്ച വരെയും അത്ഭുതമായി അതിശയമായി ഞങ്ങളെ നടത്തിയ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു കർത്താവേ. അവിടുന്ന് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ സ്തോത്രം. ഞങ്ങളോടുള്ള വാഗ്ദത്തങ്ങളെ അവിടുന്ന് ഓർത്തതിനാൽ ഞങ്ങളെ സ്തുതിക്കുന്നു പിതാവേ. സ്തോത്രം, സ്തോത്രം. ഈ രാത്രി ഇന്ന് ഈ ആരാധനയിലും ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളൊക്കെയും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ കൃപയോട് സൂക്ഷിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ ഓർത്തു, ഞങ്ങളുടെ സഭയെ ഓർത്തു, ഞങ്ങളുടെ കൂട്ടുവിശ്വാസികളെ ഓർത്തു, ഞങ്ങളുടെ ദൈവഭക്തന്മാരെ ഓർത്തു നടത്തിയ ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തയ്ക്കായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവേ. അവിടെ ഞങ്ങളോട് കാണിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് തന്ന നല്ല ആരാധനയ്ക്കായി സ്തോത്രം. അഭിഷിക്തന്മാരെ ശക്തിയോടും ബലത്തോടും നിർത്തിയതിനാൽ ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ. ഈ വർഷം ഹല്ലേലൂയ ആണ്ടിന്റെ ആരംഭം മുതൽ ഇന്ന് വരെയും കർത്താവ് ഞങ്ങളെ ശ്രേഷ്ഠയോടെ നടത്തി എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിച്ചു. സൗഖ്യം, ബലവും സമാധാനം തന്നു. ജീവിതത്തിന്റെ പ്രതികൂല മധ്യേ കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. കർത്താവ് നടത്തിയ എല്ലാം വിശ്വസ്തതയ്ക്കായി അടിയങ്ങൾ
നന്ദി പറയുന്നു കർത്താവേ. ഇന്നത്തെ അരയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നല്ലോ. ഞങ്ങളെ സ്തുതിക്കുന്നു പിതാവേ. അടിയങ്ങളെ അനുഗ്രഹിച്ച് നടത്തിയതിനാൽ എല്ലാ വിധങ്ങൾക്കായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ സമാധാനത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. ഇവിടുത്തെ സാന്നിധ്യം കൂടി ഇരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അങ്ങേക്ക് വേണ്ടി വിശ്വസിച്ച് നിൽപ്പാൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ ലക്ഷ്യം തെറ്റാതെ ഞങ്ങളുടെ ഓടുവാനുള്ള കൃപ, ഞങ്ങൾക്ക് തരുന്ന ആയുസ്, ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ കൃപ തരും. പ്രാർത്ഥന കർത്താവ് കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങളുടെ ഈ വാഴ്യാത്തിന് ദൈവത്തിന് കൃപ ഇരിക്കുന്നതിനാൽ സ്തോത്രം. സകലവും യേശു ക്രിസ്തുവിന്റെ അതിനുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. കർത്താവ് പ്രാർത്ഥനയുടെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെ മേലും ഇന്ന് ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങളുടെ മേലും ഇന്നും എന്നേക്കും കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഇന്നും ജയം നൽകിയ ദൈവത്തിന് കരം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ. ആമീൻ. എല്ലാവർക്കും സമാധാനത്തോടെ പിരിഞ്ഞു പോകാം. മറക്കരുത്, 31 രാത്രി 7 മണിക്ക് ഇവിടെ പ്രോഗ്രാം ആരംഭിക്കും. 9 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് യോഗവും ആരംഭിക്കും. ശുശ്രൂഷകളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുക.